ഹായ്, ഹായ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇല്ല. ഇന്ന് വേൾഡ് ഇന്ന് വേൾഡ് യൂത്ത് സ്കിൽ ഡേ ആണ്. സ്കിൽസ് ഹബിൽ നിന്നും സ്കിൽ ഓറിയൻറ്റ് കോഴ്സ് എടുത്തതിലൂടെ എന്തെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്? സ്കിൽസ് ഹബ്ബ് എന്ന് എടുത്തതിന് ശേഷം കുറേ ലേണിങ്സ് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പ്രസൻറ്റേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. മൾട്ടി ടാസ്കിംഗ് ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ടെക്നിക്കൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഓരോ ജോബിലേക്കും ആളുകളെ സെലക്ട് ചെയ്യുന്നത് അവരുടെ മാർക്സ് നോക്കിയല്ല, അവരുടെ സ്കിൽസുകൾ നോക്കിയാണ്. എന്താണ് സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ്? ഈ സ്കിൽസ് വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നാച്ചുറലി ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അത് നമ്മളുടെ പെർഫോമൻസിലും കമ്മ്യൂണിക്കേഷൻസിലും കരിയറിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. മാറുന്ന കാലത്തിനനുസരിച്ചും ടെക്നോളജിക്കനുസരിച്ചും സ്കിൽസ് ഉള്ളവന് അത് സർവൈവ് ചെയ്യാനും ഷൈൻ ചെയ്യാനും സാധിക്കുന്നു. സ്കില്ലഡ് ആയിട്ടുള്ള യൂത്ത് അവരുടേതായ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നു. ജോബ് സെറ്റാക്കാൻ, കരിയർ ബെസ്റ്റ് ആക്കാൻ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഇതിനൊക്കെ സ്കിൽ ബേസ്ഡ് ലേണിംഗ് ആണ് ബെസ്റ്റ്. അത്തരത്തിലുള്ള ലേണിംഗ് രീതിയാണ് സ്കിൽസ് ഹബ്ബ് കഴിഞ്ഞ 6 വർഷമായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്കിൽസ് ഹബ്ബിന് ഇത്തരത്തിലുള്ള സക്സസ്സിലേക്ക് എത്താനും സാധിച്ചത്. ഇന്ന് സ്കിൽസുകൾ വളർത്തിയില്ലെങ്കിൽ നാളെ ചാൻസുകളുമില്ല. സ്റ്റാർട്ട് ഇംപ്രൂവ് യുവർ സ്കിൽസ്, സ്റ്റാർട്ട് ബിൽഡിങ് യുവർ ഫ്യൂച്ചർ.